നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. നാലാമത്തെ ശ്ലോകം. രുക്മിണി ശ്രീ പാർവതിയെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കുലവധൂഭിഹി ഉപേത്യ കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുഹു അയാചത മുഹുരയാചത തത് പദപങ്കജേ നിപതിത പതിതാം തവ കേവലം. അവിടെ ക്ഷേത്രത്തിൽ ചെന്ന് ഉള്ളു തുറന്ന് ആ ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ പറയാണ്, ആ രുക്മിണിയോടുകൂടെ മറ്റ് കുലസ്ത്രീകൾ അവളെ അനുഗമിച്ചിരുന്നു. അതാണ് കുമാരിക. ആ രാജകുമാരിയായ രുക്മിണി കുലവധൂഭിഹി കുലസ്ത്രീകളായിട്ടുള്ള അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീകൾ ഒക്കെയായിട്ട് ഉപേത്യ അവരോടുകൂടിയായിട്ടാണ് സാദരം ഭക്തിയോടുകൂടി ഗിരിസുതാം ശ്രീ പാർവതി ദേവിയെ ച പരിപൂജ്യ തൊഴുതു വന്ദിച്ച് തത് പദപങ്കജേ ആ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നിപതിത വീണ് നമസ്കരിച്ചിട്ട് ഒരൊറ്റ കാര്യമേ തനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ എന്ന് പറഞ്ഞു. കേവലം തവ പതിതാം ദേവി, അല്ലയോ പാർവതി ദേവി, എനിക്ക് കേവലം ഇത് മാത്രമേ ഉള്ളൂ. തവ പതിതാം. ഇവിടെ തവ എന്നത് മേൽപ്പത്തൂർ പറയുന്നത് കൊണ്ടാണ് ഭഗവാനെ അങ്ങയെ ഭർത്താവായി ലഭിക്കുക എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രം. മുഹുഹു വീണ്ടും വീണ്ടും, അതായത് കേട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ദേവി അത് മനസ്സിൽ വെച്ചില്ലെങ്കിലോ എന്നതുപോലെ മുഹുഹു വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് മതിയാകുന്നില്ല. മുഹുഹു അയാചത അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ രുക്മിണി ദേവി ഒറ്റയ്ക്കല്ല, കൂടെ കുലവധുക്കളായിട്ടുള്ള ആ രാജകൊട്ടാരത്തിലെ മുതിർന്ന സ്ത്രീകൾ, അമ്മയും മറ്റ് സ്ത്രീകളുമൊക്കെ ഉണ്ട്, തോഴിമാരുണ്ട്. ഇങ്ങനെ എല്ലാവരുമായിട്ട് ആ ക്ഷേത്രത്തിൽ, അംബികാക്ഷേത്രത്തിൽ എത്തിയ രുക്മിണി ദേവിക്ക് ഒരൊറ്റ പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ. ദേവി, എനിക്ക് അങ്ങേക്ക് ശ്രീ പരമേശ്വരനെ എന്ന പോലെ പാർവതിക്ക് പരമേശ്വരൻ എങ്ങനെയോ അതുപോലെ എനിക്ക് ആ കൃഷ്ണനെ എന്റെ ഭർത്താവായിട്ട് എനിക്ക് തരണം. ഈ ഒരൊറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഇത് മാത്രം ഒന്ന് സാധിപ്പിച്ചു തരണം എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 4. കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തത്പദ പങ്കജേ നിപതിത പതിതാം തവ കേവലം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. പിതൃക്കള്, ഗുരുക്കന്മാരെ ഇവരൊക്കെ ഓർക്കുന്നു. വേദവ്യാസനെയും ഭട്ടതിപാദനെയും ഗുരുവായൂരപ്പനെയും നമസ്കരിക്കുന്നു. 79-ാം ദശകം 4-ാമത്തെ ശ്ലോകമാണ്. പാർവതി ഹരണം, പാർവതി സ്വയംവരത്തിലെ പ്രധാനപ്പെട്ടതായ സംഭവങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കഥാനായിക രുക്മിണി ദേവിയാണ്. കഥാപുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനുമാണ്. വിവാഹത്തോടനുബന്ധിച്ച് വധുവിലും വരനിലും ഉണ്ടാകാവുന്ന ഉത്കണ്ഠകളും ഒക്കെ കുറച്ചൊക്കെ നമുക്ക് അനുമാനിക്കാം. ശ്രീകൃഷ്ണ ഭഗവാന് അത് ഉണ്ടാവണം എന്നില്ല.
പക്ഷേ സാധാരണ നിലയ്ക്ക് ഇതൊക്കെ വിവാഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, നല്ലൊരു ദാമ്പത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന വധൂവരന്മാർക്ക് ഇത്തരം ഉത്കണ്ഠകളുണ്ടാവാം. അതിനെന്ത് ചെയ്യണം? അതിന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. രുക്മിണി ദേവി അംബാജി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ദേവി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കുലസ്ത്രീകൾ കൂടെയുണ്ട്. വളരെ ശ്രേഷ്ഠരാണ് കുലസ്ത്രീകൾ. പണ്ടുകാലത്തും നല്ല ദാമ്പത്യ ജീവിതത്തിനൊക്കെ വേണ്ടി കുലസ്ത്രീകളെ ആദരിക്കുക, ബഹുമാനിക്കുക, നമസ്കരിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളതൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ബന്ധുക്കളാവാം, ശ്രേഷ്ഠ വനിതകളാവാം, അവരുടെയൊക്കെ അനുഗ്രഹം വേണം. അവരുടെ അനുഭവസമ്പത്തും അവരുടെ ഈശ്വര ഭക്തിയൊക്കെ ചേർന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ കുലസ്ത്രീകളോട് ചേർന്ന് രുക്മിണി ദേവി പാർവതീദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്ന് ആ ദേവിയെ വിധിപ്രകാരം എല്ലാ ഉപചാരങ്ങളോടും കൂടി പൂജിച്ചു, പൂവിട്ടു. എല്ലാം ചെയ്ത ശേഷം പാർവതീദേവിയുടെ അല്ലെങ്കിൽ ആ ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഇവിടെ ലക്ഷ്മി നമസ്കരിക്കുന്നത് പാർവതീദേവിയാണ്. അവർ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത് വളരെ ശ്രേഷ്ഠമായൊരു രംഗമാണ് അവിടെ. ലക്ഷ്മി ദേവി നാരായണനെ കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണാവതാരത്തിൽ പാർവതീദേവിയോട് പ്രാർത്ഥിക്കുന്ന രംഗം. നമസ്കരിച്ചു, വളരെ ആദരവോടും ഭക്തിയോടും കൂടിയിട്ട്. എന്നിട്ട് പ്രാർത്ഥിച്ചതെന്താ? മുഹു വീണ്ടും 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 അയാച്ചത പ്രാർത്ഥിക്കുകയാണ്. ആ ദേവിയുടെ തത്പദപങ്കജേ തൃപാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പതിയായിട്ട് വരാൻ അവിടുന്ന് അനുഗ്രഹിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും, ഏത് പ്രവൃത്തികളിലും, ഏത് സന്ദർഭങ്ങളിലും പ്രാർത്ഥനാനിരതമായൊരു മനസ്സ് ഉണ്ടാവണം. ഇന്നിപ്പോൾ ഒരു മഹാത്മാവ് പറയുകയാണ്, സരളമായൊരു രീതിയാണ് സദാസമയത്തും ഭഗവാനെ സ്മരിക്കുക എന്നുള്ളത്. ഓരോ നിമിഷവും ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും ഭഗവത് കാരുണ്യം അവിടെ ഉണ്ട് എന്നുള്ളതായ ഒരു സത്യം തിരിച്ചറിയാൻ സാധിച്ചാൽ ഏത് ജീവാത്മാക്കൾക്കും ഒരു സുരക്ഷിത ബോധം ഉണ്ടാവും. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ശരിക്കുള്ള ഭർത്താവും രക്ഷിതാവും അച്ഛനും അമ്മയും ഗുരുവും ഒക്കെ ഭഗവാൻ തന്നെയാണ് എന്ന ബോധം നമുക്ക് ഉണ്ടായാൽ നല്ല സമാധാനം ഉണ്ടാവും. ഏതായാലും പാർവതീദേവിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ പാർവതീദേവിയുടെ കയ്യിൽ വച്ചു കൊടുത്ത ആ പൂവ് നേരെ വന്ന് രുക്മിണി ദേവിയുടെ മടിയിലേക്ക് വീണു, അല്ലെങ്കിൽ തലയിലേക്ക് വീണ് മടിയിലേക്ക് വന്ന് വീണു. അത് ഒരനുഗ്രഹമായി കണ്ട് രുക്മിണി ദേവി വളരെയധികം സന്തോഷിച്ചു, സംതൃപ്തിയായി, എല്ലാം മംഗളമാകുമെന്നും ഉറപ്പായി. ഇതൊക്കെ നമുക്കൊരു സൂചനയാണ്. ഈശ്വരശക്തിയുടെ പ്രഭാവം അപാരമാണെന്ന് ഓർമ്മ വയ്ക്കുക. എല്ലാവരും ഹരിശരണം.